വീണ്ടും എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് മാരകമായ ഒരു അറ്റാക്കിലൂടെ ക്രില്യൻ നാപ്പയുടെ മുഖത്തൊരു മുറിപ്പാടുണ്ടാക്കുന്നതും ക്രില്യനോടുണ്ടായ അതീവ ദേഷ്യം ചോരാതെ തന്നെ ശക്തിമറ്റാർന്ന ഒരു എനർജി അറ്റാക്കിലൂടെ ക്രില്യനെ എരിച്ച് നാപ്പ ചാമ്പലാക്കാൻ നോക്കുന്നതും ക്രില്യനെ സഹായിച്ച പിക്ലോയെ വധിക്കുവാൻ നാപ്പ അരിശം പൂണ്ട് വരുന്നതും നാപ്പയുടെ എനർജി ബ്ലാസ്റ്റിൽ നിന്നും ഗുഹാന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പിക്ലോ അതിന്റെ ഇടയിലേക്ക് കയറി നിൽക്കുന്നതുമാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 13ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. ഗുഹാന് നേർക്ക് അതിമാരകമായ ഒരു എനർജി ബ്ലാസ്റ്റ് നാപ്പയെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഗുഹാന്റെ ജീവൻ രക്ഷിക്കുവാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്ന പിക്കലോ ഓടി വന്ന് ഗുഹാന്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയും പിക്കലോയുടെ ദേഹത്തേക്ക് വന്നു പതിച്ച ഈ എനർജി ബ്ലാസ്റ്റ് പിക്കലോയുടെ ജീവൻ മുഴുവൻ ഇഞ്ചിഞ്ചായി കാർന്നെടുത്തുകൊണ്ടിരിക്കുകയും വളരെ ആഘാതമേറ്റ പിക്കലോ നിലത്തേക്ക് അതേപടി മറിഞ്ഞു വീണതും അതെല്ലാം കാണുന്ന നാപ്പയും വെജിറ്റയും വളരെയധികം സന്തോഷത്തിലാവുകയും വളരെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് എഴുന്നേക്കു പിക്കലോ എന്നും പറഞ്ഞ് ഗുഹാൻ പിക്കലോയെ കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും അനങ്ങാൻ പോലും കഴിയാതെ ക്രില്യൻ നിലത്ത് കിടന്ന് ഇനി ഇവിടെ നിൽക്കരുത്, വേഗം ഇവിടുന്ന് ഓടിപ്പോകൂ ഗുഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ ഗുഹാനെ ഓർത്ത് സങ്കടപ്പെടുകയും അതെല്ലാം കാണുന്ന ഗുഹാൻ പൊട്ടി കരയുകയും ചെയ്യുന്നു. അതേസമയം നിംബസിൽ കൂടി പറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗോകുവിന് അവിടെയുള്ള ഒരാളുടെ കീയുടെ ശക്തി കുറഞ്ഞു വരുന്നതായി മനസ്സിലാവുകയും ആരാണ് അവിടെ മരിക്കുന്നത് എന്ന് വളരെ ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് ഗോകു അവിടേക്ക് വേഗം പറന്നു ചെല്ലാൻ ശ്രമിക്കുകയും അതേസമയം കാമിയുടെ താവളത്തിൽ പിക്കലോയുടെ മരണത്തിന്റെ ആഘാതം മൂലം മിസ്റ്റർ പോപ്പോയുടെ കണ്ണുമുന്നിൽ വെച്ച് കാമിസാമ മരിച്ചുകൊണ്ടിരിക്കുന്നതും ഗോകുവിനെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതോടെ എന്റെ സമയം അവസാനിക്കുകയാണ്. പിക്കലോയിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് വളരെ സന്തോഷം ഉളവാക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങളോട് ഈ ലോകത്തോട് ഞാൻ വിട പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാമിസമ മരിക്കുകയും അത് കാണുന്ന മിസ്റ്റർ പാപ്പോ വളരെ സങ്കടത്തോടെ കരയുകയും ചെയ്യും. വളരെ രാക്ഷസനായിരുന്ന പിക്കലോ ഒരു ചെറിയ ബാലകന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് സ്വന്തം ജീവൻ ബലി കഴിച്ചത് എന്ന് മനസ്സിൽ ചോദിച്ചുകൊണ്ട് മിസ്റ്റർ പാപ്പോ അത്ഭുതപ്പെട്ടു നിൽക്കുകയും ഇതേസമയം മാമ എഴുന്നേൽക്കൂ എന്നും പറഞ്ഞ് പിക്കലോയെ കെട്ടിപ്പിടിച്ച് ഗുഹാൻ കരയുകയും എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ ജീവൻ നൽകി എന്നെ അങ്ങ് രക്ഷിച്ചത് എന്ന് ചോദിച്ചു ഗുഹാൻ വളരെ സങ്കടത്തോടെ കരയുകയും എന്നോട് ഈ ലോകത്തിൽ അല്പമെങ്കിലും സൗഹൃദം കാണിച്ചത് നീ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിങ് സമയത്തുള്ള ഗുഹാന്റെയും പിക്കലോയുടെയും സുന്ദരമായ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് പിക്കലോ മരിച്ചു വീഴുകയും കാമിയും അതേസമയം പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. കാമിയുടെ മരണം കാണുന്ന മിസ്റ്റർ പാപ്പോ കാമി എന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ പിക്കലോയുടെ മരണം കാണുന്ന ഗുഹാൻ വളരെ ദേഷ്യത്തോടെ അലറി കരയുകയും വെജിറ്റയുടെ കണ്ണിൽ വെച്ചിരുന്ന എനർജി മീറ്ററിൽ പെടുങ്ങനെ ഗുഹാന്റെ പവർ ലെവൽ ഇരച്ചു കയറുകയും വളരെയധികം ദേഷ്യം ഉള്ളിലേക്ക് കയറി വന്ന ഗുഹാൻ പിക്കലോയുടെ മാസങ്കോ എന്ന എനർജി അറ്റാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും അതിന്റെ എല്ലാം പ്രതിചലനം കാണുന്ന ക്രില്യനും വെജിറ്റയും നാപ്പയും വളരെയധികം പേടിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യും. ചെറിയൊരു ദേഷ്യം വന്നപ്പോൾ തന്നെ ഗുഹാന്റെ എനർജി ലെവൽ 2500 അടുത്തായെന്ന് മനസ്സിലാക്കുന്ന വെജിറ്റ വളരെയധികം അത്ഭുതപ്പെടുമ്പോൾ മാസാങ്കോ എന്ന് പറഞ്ഞ് ഗുഹാൻ എനർജി അറ്റാക്ക് നാപ്പയുടെ നേർക്ക് അയക്കുകയും നാപ്പയുടെ നേർക്ക് വരുന്ന എനർജി അറ്റാക്ക് നാപ്പ തട്ടിത്തെറിപ്പിക്കുമ്പോൾ മറ്റൊരു മലയിൽ ചെന്നിടിച്ച് അത് പൊട്ടിത്തെറിച്ച് ചാമ്പലാവുന്നു. ഈ ചെറിയ പുഴുവിനുള്ളിൽ ഇത്രയും വലിയ ശക്തിയോ എന്ന് ചോദിച്ച് നാപ്പ അത്ഭുതപ്പെടുകയും ഗുഹാന്റെ ദേഷ്യം കുറയുന്നതനുസരിച്ച് അവന്റെ എനർജി ചോർന്നു പോകുന്നതായി മനസ്സിലാക്കുന്ന വെജിറ്റ പെട്ടെന്ന് അവനെ കൊന്നേക്കാൻ പറയുകയും എന്നോട് ക്ഷമിക്കൂ പിക്ലാസാൻ, അങ്ങയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ എന്നെ കൊണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാൻ വളരെയധികം സങ്കടപ്പെടുമ്പോൾ ഗുഹാൻ വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടൂ എന്നും പറഞ്ഞ് ക്രില്യൻ അലറി പറയുമ്പോൾ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ നരകത്തിൽ എത്തിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നാപ്പ ഗുഹാനെ കൊല്ലാൻ വരികയും ഓടാൻ പോയിട്ട് അനങ്ങാൻ പോലുമുള്ള എനർജി എനിക്ക് ബാക്കിയില്ല, എന്റെ വിധി ഞാൻ ഏൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാൻ മുട്ടുകുത്തി വീഴുമ്പോൾ ഗുഹാന്റെ അടുത്ത് വന്ന് നാപ്പ ഗുഹാനെ ചവിട്ടിക്കൊല്ലാൻ തുടങ്ങുമ്പോൾ ഇത് കണ്ട് യാതൊരു നിവൃത്തിയില്ലാത്ത ക്രില്യൻ അലറി കരയുകയും ആഞ്ഞു ചവിട്ടുന്ന നാപ്പയുടെ കാലിനടിയിൽ ഗുഹാനെ പെട്ടെന്ന് കാണാതെ വരുമ്പോൾ ഒന്നും മനസ്സിലാകാതെ ചുറ്റിനും നോക്കുന്നവർ മഞ്ഞമേഘമായ നിംബസിന് മുകളിൽ ഗുഹാൻ കിടക്കുന്നതായും കാണുന്നു. യാതൊന്നും മനസ്സിലാക്കാത്ത വെജിറ്റ എന്താണിതെന്നും പറഞ്ഞ് അലറുമ്പോൾ അവർക്കെല്ലാം മുകളിലായി അന്തരീക്ഷത്തിൽ നിന്ന് ഗോകു നിലത്തേക്ക് വന്ന് ഇറങ്ങുകയും ഗോകുവിനെ കാണുന്ന ഗുഹാൻ അച്ഛ എന്നും പറഞ്ഞ് അലറി വിളിക്കുന്നു. ക്രില്യന്റെ മുഖത്ത് വളരെയധികം സന്തോഷം നിറയുമ്പോൾ അത് കാണുന്ന നാപ്പയും വെജിറ്റയും പല്ലു കടിച്ചു നോക്കുകയും ചെയ്യുന്നു. നിലത്ത് വന്നിറങ്ങിയ ഗോകുവിന് പിക്കലോയുടെ ശവശരീരം കാണുമ്പോൾ വളരെയധികം ദേഷ്യം വരികയും രക്തം തിളച്ചു കയറുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കാണുന്ന വെജിറ്റ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് കാക്കറോട്ട്, ഞങ്ങളെ തോപ്പിക്കാനാണെന്ന് തമാശ മാത്രം പറയില്ലേ എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുകയും എന്നാൽ മെല്ലെ മെല്ലെ പിക്കലോയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ശരീരത്തിൽ തൊട്ടുകൊണ്ട് ജീവനുണ്ടോ എന്ന് നോക്കുന്ന ഗോകു എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് അരിശത്തോടെ ചോദിക്കുകയും അവരിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി പിക്കലോസാൻ ജീവത്യാഗം ചെയ്തതാണെന്ന് പറഞ്ഞ് ഗുഹാൻ വളരെ സങ്കടത്തിൽ കരയുകയും ടിയാന്റെയും യാംജയുടെയും ശവശരീരം അപ്പുറത്തായി മാറിക്കിടക്കുന്നത് കാണുന്ന ഗോകുവിന് വീണ്ടും ദേഷ്യം കൂടി വരികയും മരിച്ചുപോയ നിന്റെ തോടന്മാരെ കാണുമ്പോൾ നിന്റെ മുട്ട് കൂട്ടിയിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നാപ്പ ഗോകുവിനെ കളിയാക്കിക്കൊണ്ട് ഇവരെ
മാത്രമല്ല ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി പിശാചിനെ കൂടെ ഞാൻ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നാപ്പ വീരവാദം മുഴക്കുമ്പോൾ അപ്പോൾ ജോൾസോങ് കാമി മരിച്ചല്ലേ എന്നും പറഞ്ഞ് ഗോകുവിന് വളരെയധികം അരിശം വരികയും അവർക്ക് വേണ്ടി ചവക്കുഴിയൊന്നും നീ തോണ്ടണ്ട, നിന്നെയും ചേർത്ത് അവർക്കൊപ്പം ഞാൻ ചാമ്പലാക്കിയാക്കാം എന്ന് പറഞ്ഞ് നാപ്പ പുച്ഛിച്ച് ചിരിക്കുമ്പോൾ ഗോകുവിന് അരിശം കയറുന്നതനുസരിച്ച് ഗോകുവിന്റെ എനർജി ലെവൽ കൂടി വരുന്നത് വെജിറ്റ അവന്റെ കണ്ണിൽ വെച്ചിരുന്ന എനർജി മീറ്ററിൽ കൂടി മനസ്സിലാക്കുന്നതും ഗോകു പല്ല് കടിച്ചുകൊണ്ട് നാപ്പയ്ക്ക് നേരെ നടന്നു ചെല്ലുന്നത് കണ്ട് നിന്റെ മരണം ഇപ്പോൾ ഞാൻ നടത്തിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് നാപ്പ ഗോകുവിനെ ഇടിക്കാൻ വരുമ്പോൾ മിന്നൽ വേഗത്തിൽ ഗോകു അവിടെ നിന്നും തെന്നിമാറി ഗുഹാനിരിക്കുന്ന നിംബസിനെയും കൂട്ടി ക്രില്ലിന്റെ അടുത്തേക്ക് ചെല്ലുകയും ഇവൻ എത്ര വേഗത്തിലാണ് സഞ്ചരിച്ചത് എന്ന് പറഞ്ഞ് നാപ്പ അത്ഭുതപ്പെടുമ്പോൾ അത് കണ്ട വെജിറ്റ ഒരു നിമിഷം ഷോക്കായി നിൽക്കുന്നു. ഞാൻ വരാൻ വൈകിയത് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രില്യനും ഗുഹാനും മിച്ചമുണ്ടായിരുന്ന ഒരു സെൻസോബിയും മുറിച്ച് പകുത്തു കൊടുക്കുകയും അത് കഴിക്കുന്ന ക്രില്യനും ഗുഹാനും പകുതി ആരോഗ്യവാന്മാരായി തിരിച്ചു വരുമ്പോൾ ക്രില്യൻ നിനക്ക് വളരെയധികം ശക്തി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ് ഗോകു സന്തോഷത്തോടെ ചിരിക്കുമ്പോൾ പക്ഷേ അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടായില്ല, എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആരെയും എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ക്രില്യൻ സങ്കടപ്പെടുകയും ഗുഹാൻ നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഗുഹാനെ അഭിനന്ദിക്കുമ്പോൾ പിക്കലസാനാണ് എനിക്ക് വളരെയധികം കഷ്ടപ്പെട്ട് ട്രെയിനിങ് നൽകിയത്, പക്ഷേ എന്നെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഗുഹാനും സങ്കടപ്പെടുമ്പോൾ പിക്കലസാൻ മരിച്ചതുകൊണ്ട് ഇനി ഡ്രാഗൺ ബോളുകൾ ഇവിടെ ഇല്ല, നമുക്ക് മരിച്ചുപോയ ആരെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഗുഹാൻ കരയുമ്പോൾ ഇനി വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല, ഇപ്പൊ ഗോകുവും ഉണ്ട് നമ്മുടെ കൂടെ, നമ്മൾ 3 പേരുടെ ചേർന്നാൽ ഇവന്മാരിൽ ഒരാളെയെങ്കിലും നമുക്ക് കൊല്ലാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ക്രില്യൻ സന്തോഷിക്കുമ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ രണ്ടുപേരും കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞ് ഗോകു നാപ്പയോട് ഫൈറ്റ് ചെയ്യാൻ പോവുകയും നാപ്പയും വെജിറ്റയും കാണുന്ന ഗോകുവിന് ഉള്ളിൽ നിന്നും വളരെയധികം ദേഷ്യം വരുമ്പോൾ ഗോകുവിന്റെ ചുറ്റിനും വെള്ളം നിറം കൊണ്ടുള്ള ദേഷ്യം കൊണ്ടുള്ള ഓറ വരുന്നത് അതെല്ലാം കാണുന്ന ക്രില്യൻ പേടിച്ച് പുറകോട്ട് മാറി നിൽക്കും. ഗോകുവിന്റെ പിറകെ ഓടാൻ നോക്കുന്ന ഗുഹാനെ ക്രില്യൻ പിടിച്ചു വെക്കുകയും ഗോകു ഇപ്പോൾ വളരെ ദേഷ്യത്തിലാണ്, ഇവനെ ആദ്യമായിട്ടാണ് ഇത്ര ദേഷ്യത്തിൽ ഞാൻ കാണുന്നത് എന്നും പറഞ്ഞ് അത്ഭുതപ്പെട്ട് ഗോകുവിനെ നോക്കുമ്പോൾ നാപ്പയ്ക്ക് നേരെ നടന്നു ചെല്ലുന്ന ഗോകുവിനെ നോക്കി നിന്നെയും ഞാൻ അതേപോലെ കൊന്നുകളട്ടെ എന്ന് ചോദിച്ച് നാപ്പ പൊട്ടിച്ചിരിക്കുകയും അതിനെല്ലാം തന്നെ നിന്നെ കൊണ്ട് ഞാനിപ്പോൾ കണക്ക് പറയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഗോകു വളരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഗോകുവിന്റെ കീയുടെ പവർ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവിടെ വലിയൊരു ഭൂമിയുൽക്കം തന്നെ ഉണ്ടാവുകയും അത് കാണുന്ന ക്രില്യനും ഗുഹാനും ഒരു മലയുടെ ചോട്ടിൽ പോയി പേടിച്ചൊളിച്ചു നിൽക്കുകയും പേടിച്ചൊളിച്ചു നിന്നുകൊണ്ട് നിരീക്ഷിക്കുമ്പോൾ അതിന്റെ ആഘാതത്തിൽ നാപ്പയും വെജിറ്റയും പോലും പേടിച്ചു നിൽക്കുകയും ഗോകുവിന്റെ പവർ ലെവൽ 5000, 6000, 7000, 8000 ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് വെജിറ്റ അലറുകയും അവന്റെ പവർ ലെവൽ 8000 ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വെജിറ്റ എനർജി മീറ്റർ ഞെക്കി പൊട്ടിച്ച് കളയുകയും അത് കേടായതുവല്ലമാണ് എന്ന് വെച്ച് നാപ്പ പേടിച്ച് കരയുകയും നിങ്ങൾ പേടിക്കണ്ട, കായോക്കൈ നിങ്ങൾക്കെതിരെ ഞാൻ ഉപയോഗിക്കില്ല എന്നും പറഞ്ഞ് ഗോകു പല്ല് കടിച്ച് നിൽക്കുകയും കായോക്കൈൻ എന്ന വാക്ക് കേൾക്കുന്ന വെജിറ്റ ഒരു നിമിഷം അന്തിച്ചു നിന്ന് നോക്കുന്നു. ഗോകുവിനെ അടിച്ചു കൊല്ലുവാൻ വേണ്ടി നാപ്പ ഗോകുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേ ഞൊടിയിടയിൽ ഗോകു മിന്നിമാറി നാപ്പയുടെ പിറകിൽ വന്നുകൊണ്ട് നാപ്പയുടെ കഴുത്തിലേക്ക് ആഞ്ഞൊരു ചവിട്ട് കൊടുക്കുകയും ഗോകുവിന്റെ അപാരമായ ശക്തി കാണുന്ന നാപ്പ അവന്റെ എനർജി ലെവൽ വീണ്ടും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഗോകുവിനോട് ഫൈറ്റ് ചെയ്യാൻ പുറപ്പെടുകയും കൈകൊണ്ടും തലകൊണ്ടും കാലുകൊണ്ടും പല പല ഇടികൾ പല പല പൊസിഷനിൽ മാറി മാറി അടിക്കാൻ നോക്കുന്ന നാപ്പയ്ക്ക് ഗോകുവിന്റെ ആ മുടിയെ പോലും തൊടാൻ സാധിക്കാത്ത രീതിയിൽ ഞൊടിയിടയിൽ ഗോകു എല്ലാത്തിൽ നിന്നും തെന്നി മാറുകയും ഇവന്റെ പവർ ലെവലും സ്കില്ലും റാഡിസിനോട് ഫൈറ്റ് ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ പല മടങ്ങ് അധികമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ അത്ഭുതപ്പെടുകയും ഗോകുവിനെ അറ്റാക്ക് ചെയ്യുവാനുള്ള ശ്രമത്തിൽ തന്നെ നാപ്പ അവശനായി മാറി. അച്ഛന്റെ മൂവുകളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ക്രില്യനോട് ഗുഹാൻ ചോദിക്കുമ്പോൾ എനിക്കും അത് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗുഹാനും ക്രില്യനും അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമ്പോഴേക്ക് എങ്ങനെയാണ് ഇത്ര ചെറിയ സമയം കൊണ്ട് കാക്കറോട്ട് ഇത്രയ്ക്കും പവർഫുൾ ആയത് എന്ന് ചോദിച്ചുകൊണ്ട് വെജിറ്റ പല്ല് കടിക്കുകയും നാപ്പയ്ക്ക് നേരെ വളരെ ദേഷ്യത്തിൽ ഓടിച്ചെല്ലുന്ന ഗോകു നാപ്പയുടെ തലമണ്ടയിലേക്ക് ചാടിക്കയറി നിന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന നാപ്പിൽ നിന്നും തെന്നിമാറി താഴെ വന്ന് നാപ്പയുടെ കൂമ്പ് നോക്കി ആഞ്ഞൊരിടി അടിക്കുകയും ഇതെന്റെ ജോൾസിനു വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നു. അതിന്റെ വേദനയുടെ ആഘാതത്തിൽ നാപ്പ മുട്ടുകുത്തി നിലത്തേക്ക് വീഴുകയും ദേഷ്യത്തോടെ വീണ്ടും പറന്നു വന്ന അന്തരീക്ഷത്തിൽ നാപ്പ ഗോകുവിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയും അതിൽ നിന്നെല്ലാം തെന്നിമറന്ന് ഗോകു നാപ്പയുടെ മുതുകിന് നോക്കി ഒരു ഇടി വെച്ച് കൊടുക്കുകയും ഇത് യാംജയ്ക്ക് വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ഗോകുവിന്റെ അടവുകൾക്ക് മുന്നിൽ അടിതെറ്റുന്ന നാപ്പ അവന്റെ ഏറ്റവും ഉയർന്ന ശക്തിയുള്ള ഫോമായ സയാൻ ലൈറ്റ്നിങ് ഓറ ഫോമിലേക്ക് മാറുകയും വളരെ ശക്തിയുള്ള ഒരു എനർജി ബ്ലാസ്റ്റ് ഗോകുവിന്റെ നേർക്ക് അയക്കുകയും എന്നാൽ ഗോകു അതിന് നേരെ അലറിക്കൊണ്ട് ചങ്കുകൊണ്ട് തടഞ്ഞുകൊണ്ട് നിഷ്പ്രഭമാക്കി തീർക്കുകയും ചെയ്യും. അത് കാണുന്ന നാപ്പയ്ക്ക് ഗോകുവിന്റെ മുന്നിൽ അവന്റെ ശക്തികൾ ഒന്നുമല്ലെന്ന് മനസ്സിലാവുകയും ഗോകുവിന്റെ ശക്തിയെല്ലാം കാണുന്ന വെജിറ്റയ്ക്ക് വളരെയധികം വിസ്മയം തോന്നുകയും ചെയ്യും. പെടുങ്ങനെ അന്തരീക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നു പറക്കുന്ന ഗോകു നാപ്പയുടെ മുകളിലേക്ക് ചെല്ലുകയും 2 കൈകളുടെ കൂട്ടിപ്പിടിച്ച് നാപ്പയുടെ തല നോക്കി ആഞ്ഞൊരു ഇടി ഇടിക്കുകയും ചെയ്യും. ഇത് ടിയാന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാക്രോട്ട് എങ്ങനെയാണ് ഇത്രയധികം ശക്തനായി മാറിയത് എന്ന് ചോദിച്ചുകൊണ്ട് നാപ്പ അലറുകയും പെട്ടെന്ന് നാപ്പയുടെ അടുത്തേക്ക് മിന്നിമാറി വന്ന ഗോകു കറങ്ങി തിരിഞ്ഞൊരു ചവിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് ഇത് പിക്കലോയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് സ്റ്റൈലായിട്ട് നിലത്തിറങ്ങി നിൽക്കുകയും ചെയ്യും. ഇതെല്ലാം കണ്ട് വെജിറ്റ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയും ഗുഹാനും ഗ്രില്ലിനും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഗോകുവിന്റെ അടിയേറ്റ് മലയും പൊട്ടിച്ച് നിലത്ത് വീണ നാപ്പ വളരെ വലിയൊരു കൽക്കഷ്ണം എടുത്ത് ഗോകുവിന്റെ നേർക്ക് വളരെ ശക്തിയിൽ വലിച്ചെറിയുകയും വളരെ ലളിതമായി തലയനക്കിക്കൊണ്ട് ഗോകു അതിൽ നിന്ന് തെന്നിമാറുകയും ഞാനൊരു ഹയർ ക്ലാസ് വാരിയറാണ്, നിന്നെപ്പോലൊരു ചെറിയ ക്ലാസ് വാരിയറിന്റെ അടി വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാപ്പ അലറി ഗോകുവിന്റെ നേർക്ക് ഓടി വരികയും വെജിറ്റോടനെ നാപ്പയെ വിളിച്ചുകൊണ്ട് നീ ശാന്തനായി
സത്യമായിരിക്കും നാപ്പ, അല്ലാത്ത പക്ഷം നിനക്ക് അവനെ കൊല്ലാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് അലറുകയും അല്ലെങ്കിൽ ഇനി മുതലുള്ള ഫൈറ്റ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വെജീറ്റ അലറുകയും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നാപ്പ ശാന്തനായി മാറി ശക്തനായ സയാൻ ലൈറ്റ്നിങ് ഓറ ഫോമിലേക്ക് മാറിക്കൊണ്ട് ഗ്രാവിറ്റി ഫ്ലാഷ് എന്ന് വളരെ വലിയൊരു അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗോകുവിനെ കൊല്ലാൻ ശ്രമിക്കുകയും ഗോകു അതിൽ നിന്ന് സിമ്പിളായി തെന്നി മാറി മുകളിലേക്ക് പറക്കുകയും മുകളിലേക്ക് പരന്നുയർന്ന ഗോകുവിന്റെ പിന്നാലെ നാപ്പ പറഞ്ഞു എന്നുകൊണ്ട് മാരകമായ രീതിയിൽ പല പല ടെക്നിക്കോ അടവുകൾ ഉപയോഗിച്ച് ഗോകുവിനെ അടിക്കാൻ ശ്രമിക്കുകയും അതിനെല്ലാം തക്കവണ്ണം ഗോകു തക്കതായ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയും ലൈറ്റ്നിങ് ഓറ ഫോം കൊണ്ട് പോലും ഗോകുവിനൊപ്പം ഫൈറ്റ് ചെയ്യാൻ നാപ്പയ്ക്ക് കഴിയാതെ വരികയും പെട്ടെന്ന് നാപ്പ അവന്റെ വായിൽ നിന്നും കാനോൺ ബ്ലാസ്റ്റ് എന്ന അറ്റാക്ക് ഉപയോഗിച്ച് ഗോകുവിനെ അറ്റാക്ക് ചെയ്യുകയും വളരെ അടുത്തെത്തുന്ന അറ്റാക്കിന് നേരെ ഗോകു കമേഹമേഹ അയക്കുകയും ആ രണ്ട് ബ്ലാസ്റ്റുകളോട് കൂട്ടിമുട്ടുന്ന അവിടെ ഭയങ്കരമായ ഒരു തരംഗം രൂപപ്പെടുകയും അവിടെ മുഴുവൻ പൊടിപടലങ്ങളാൽ മൂടപ്പെടുകയും ഗോകു മരിച്ചെന്നോർത്ത് നാപ്പ സന്തോഷത്തോടെ നിൽക്കുകയും എന്നാൽ യാതൊന്നും സംഭവിക്കാൻ നിൽക്കുന്ന ഗോകുവിനെ കണ്ട് വളരെയധികം ടെൻഷൻ ആവുകയും നിന്റെ കൂടെയുള്ള കളിയെല്ലാം ഞാൻ നിർത്തി, ഇനി ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണെന്നും പറഞ്ഞ് ഗോകു നാപ്പയോട് വരട്ടുകയും നിനക്ക് അനുവദിച്ച സമയമെല്ലാം കഴിഞ്ഞു, നീ അവന്റെ മുന്നിൽ വീക്കാണ്, ഇനിയുള്ളത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വെജീറ്റ നാപ്പയോട് അലറുകയും വെജീറ്റ ഇനി ഗോകുവിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് ഗുഹാനും ക്രില്ലിനും വളരെയധികം ഭയക്കുകയും ഞാൻ വരാം എന്ന് പറഞ്ഞ് ഗോകുവിനെ നോക്കി വെജീറ്റ പല്ല് കടിച്ചുകൊണ്ട് ചിരിക്കുന്നതും എന്നാൽ നീ വാ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. 1000 സബ്സ്ക്രൈബുകൾ നേടുവാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.